ഏവർക്കും ലച്ചുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നടന്ന 2 വയസ്സുകാരുടെ കൊലപാതകത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകോൽക്കുണത്ത് 2 വയസ്സുകാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കുട്ടിയെ കൊലപ്പെടുത്തിയത് അമ്മാവനെന്ന് തെളിഞ്ഞു. അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തി. ദേവേന്ദുവിനെ കൊലപ്പെടുത്താൻ സഹായിച്ചത് കുട്ടിയുടെ അമ്മ ശ്രീതുവാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒറ്റയ്ക്ക് മാറ്റിയിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് യഥാർത്ഥ കൊലപാതകയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇതുവരെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശ്രീതുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായി. വേദനാജനകമായ ഒരു ന്യൂസല്ലേ ഇപ്പം നമ്മൾ കേട്ടത്, അല്ലേ കൂട്ടുകാരെ? ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് എത്ര മനസാക്ഷി ഇല്ലാത്തവരാണോ ഈ അമ്മയും അമ്മാവനൊക്കെ? കേട്ടപ്പോൾ തന്നെ ഒത്തിരി വിഷമം തോന്നി. അവർക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ വല്ല അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കൊടുക്കുകയാണെങ്കിൽ 100 പുണ്യം കിട്ടും. ഇപ്പം ആ കുഞ്ഞിനെ കൊന്നിട്ട് അവർക്ക് എന്ത് ലാഭമാണ് കിട്ടിയത്? എന്തായാലും ഒരു അമ്മ മനസ്സ് അതിന് കൂട്ടുനിന്നെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി. അത് ഭയങ്കര ഒരു വിഷമം തട്ടിയൊരു സംഭവം തന്നെയാണ്. ആ ന്യൂസ് കണ്ടപ്പോൾ സത്യത്തിൽ കരഞ്ഞുപോയി. ആ ന്യൂസ് കേട്ടവരാരും കരയാത്തവരുണ്ടാവില്ല, എല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും. കാരണം ആ ഒരു കുഞ്ഞു മോക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം തല്ലി ഉടച്ചില്ലേ ആ അമ്മയും അമ്മാവനും കൂടി. ഓരോ സ്ത്രീകൾക്കും തങ്ങളുടെ കുഞ്ഞ് തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്ന രീതിക്കാണ് കൊണ്ടേ നടക്കുന്നത്. പക്ഷേ ഈ അമ്മ ചെയ്തത് വല്ലാത്തൊരു ക്രൂരതയായിപ്പോയി. സമൂഹം എങ്ങനെയാണല്ലേ? കഷ്ടമുണ്ട്. എത്രയോ അമ്മമാർ മക്കളില്ലാതെ, എത്രയോ കുടുംബിനികൾ നേർച്ചയും മറ്റുള്ള കാര്യങ്ങളും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം ഈ ദൈവം അവർക്ക് ആ കുഞ്ഞിനെ കൊടുത്ത നേരം ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കണേ എത്ര സന്തോഷമുണ്ട്. സങ്കടം തോന്നിപ്പോയി ആ ഒരു വാർത്ത കേട്ടപ്പോൾ. ആകെ തരിച്ചിരുന്നു പോയി. എന്നാലും അതിന് കിണറ്റിലും കൊണ്ടുപോയിട്ടല്ലോ. ആ കുഞ്ഞ് എന്തോരം വേദന നിന്നിട്ടുണ്ടാവും ആ ഒരു സമയത്തില്ലേ. വിഷമം തോന്നിയൊരവസ്ഥയായിരുന്നു അത്. ഓക്കെ, ഇനിയും ഇങ്ങനെ ഒന്നും ഒരമ്മമാർക്കും പെറ്റ മനസ്സിന്, അതൊരു പെറ്റ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം അവരും ജീവിച്ചോട്ടെ, അവരും ദൈവം തന്നെയല്ലേ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച് വിടുന്നത്. അപ്പം എന്തായാലും അവരും ജീവിച്ചോട്ടെ. ഒരിക്കലും ഒരമ്മമാരും ഒരു കുഞ്ഞുങ്ങളെയും ഇങ്ങനെ ചെയ്യരുത്. മക്കളെ എന്നല്ല, ആരോടും ഒരു ക്രൂരതയും ചെയ്യാതെ നല്ല രീതിക്ക് മുൻപോട്ട് പോവുക. എനിക്ക് സമൂഹത്തിൽ തരാനുള്ള ഒരേ ഒരു മെസ്സേജ് ഇതേ ഉള്ളൂ. ഒരിക്കലും കുഞ്ഞുമക്കളെ വേദനിപ്പിക്കരുത്, പ്ലീസ്.